നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. മാർച്ച് 27 മത്സരം ആകാംക്ഷയോടുകൂടി കാത്തിരിപ്പാണല്ലോ ഫുട്ബോൾ ലോകം. ഏത് യൂറോപ്യൻ ചാമ്പ്യന്മാരായ സ്പെയിനും ലാറ്റിൻ അമേരിക്കൻ ചാമ്പ്യന്മാരായ നിലവിലെ ലോക ചാമ്പ്യന്മാർ കൂടിയായ അർജന്റീനയും തമ്മിലുള്ള ഫൈനലിസിമ പോരാട്ടം മാർച്ച് 27 ഖത്തറിലെ ലുസൈൽ സ്റ്റേഡിയത്തിലാണ്. ഇരു ടീമുകളുടെയും പരിശീലകർ തന്ത്രങ്ങളൊക്കെ വരയുന്നൊരു സമയമാണല്ലോ ഇപ്പോൾ. ലാമിനെ യമാലിനെ പൂട്ടാൻ കൃത്യമായ വ്യക്തമായ തന്ത്രങ്ങൾ ഒരുക്കുന്നു ലയണൽ സ്കലോനി എന്നുള്ള വാർത്ത പുറത്തുവിടുന്നു. ഈ വാർത്ത ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ഡി സ്പോർട്സ് റേഡിയോയുടെ ജേർണലിസ്റ്റ് ഡോബൽ അമരിയയാണ്. പറയുന്നത് ലയണൽ സ്കലോനിയുടെ പ്ലാൻ, അദ്ദേഹത്തിൻ്റെയും കോച്ചിങ് സ്റ്റാഫിൻ്റെയും പ്ലാൻ ലാമിനെ യമാലിനെ അർജൻറ്റീനയ്ക്കെതിരായ മത്സരത്തിൽ ലെസ് ഇൻവോൾവ് ആക്കുക, അതിനുവേണ്ടിയുള്ള ടാക്ടിക്സ് ഒരുക്കുക. ലയണൽ സ്കലോനി ആൻഡ് അർജന്റീന കോച്ചിങ് സ്റ്റാഫ് ആർ വർക്കിംഗ് ഫോർ എ പ്ലാൻ ദാറ്റ് വുഡ് മേക്ക് ലാമിനെ യമാൽ ലെസ് ഇൻവോൾവ് ആസ് പോസിബിൾ ഇൻ ദി മാച്ച് അഗെയിൻസ്റ്റ് അർജന്റീന. സ്വാഭാവികം, സ്പെയിനിൻ്റെ കുന്തമുനയാണ് അദ്ദേഹം, ഒരു സംശയവും വേണ്ട. ആ മാജിക്കലായിട്ടുള്ള നീക്കങ്ങൾ നടത്തുന്നത് തടയണം. അതിനെന്താ പ്ലാൻ എന്ന് പറഞ്ഞാൽ ടാഗ്ലിയാഫിക്കോയെ തന്നെ ഇടതുപാർശ്വത്തിൽ ഇറക്കുക. പലപ്പോഴും ടാഗ്ലിയാഫിക്കോ അല്ലെങ്കിൽ മറ്റാരെങ്കിലുമൊക്കെ ഇറക്കി മാറ്റങ്ങൾ ചിലപ്പോൾ ഒക്കെ വരുത്താറുണ്ട്, അതിലേക്ക് പോകുന്നില്ല. ടാഗ്ലിയാഫിക്കോയെ തന്നെ അവിടെ ഇറക്കുക. കാരണം അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഡിഫെൻസീവ് ക്രാഫ്റ്റിംഗ്, പിന്നെ മാർക്കിങ്ങിലുള്ള എബിലിറ്റിയും നല്ല ടൈമിങ്ങും ഒക്കെ യമാലിനെ പിടിക്കാൻ സഹായിക്കും എന്നാണ് സ്കലോനി കണക്ക് കൂട്ടുന്നത്. കൂടാതെ പ്ലസ് he will set up a midfield with a great physical deployment. വളരെ ഫിസിക്കലായിട്ടുള്ള ഒരു മിഡ്ഫീൽഡ് ആയിരിക്കും സെറ്റപ്പ് ചെയ്യുക. അതുവഴി മിഡ്ഫീൽഡർക്ക് ലാമിനെ യമാലിനെ കവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സഹായം, ആ പാർശ്വത്തിൽ അതിനെ സഹായിക്കുന്ന തരത്തിലുള്ള ഒരു താരത്തെ മിഡ്ഫീൽഡറായിട്ട് ആ പൊസിഷനിൽ ഇറക്കും എന്ന് പറഞ്ഞാൽ ഒരു 2 vs 1 എന്ന സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്ത് യമാലിനെ തടയണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങളിലേക്കാണ്, തന്ത്രങ്ങളിലേക്കാണ് സ്കലോനി പോകുന്നത് എന്നാണ് ഇപ്പോൾ ഡോബൽ അമരിയ റിപ്പോർട്ട് ചെയ്യുന്നത്. അതിലും കൂടുതൽ വിവരങ്ങൾ അർജൻറ്റീനയുടെ ടാക്ടിക്സുമായിട്ടും മറ്റുമൊക്കെ ഇനിയും പുറത്തേക്ക് വരും. മത്സരത്തിന് തൊട്ട് മുമ്പൊക്കെയുള്ള അവരുടെ ട്രെയിനിങ്ങും മറ്റുമൊക്കെ നിരീക്ഷിച്ച് വീക്ഷിച്ച് TYC സ്പോർട്സിൻ്റെ പ്രമുഖ ജേർണലിസ്റ്റുകളൊക്കെ നമ്മളിലേക്ക് കാര്യങ്ങൾ എത്തിക്കാറുണ്ട്. അതേ കാര്യങ്ങളൊക്കെ തന്നെയാണ് പിന്നീട് നമ്മൾ കളിക്കളത്തിൽ കാണാറുമുള്ളത്. അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോരാട്ടമാണ്, വേൾഡ് കപ്പിന് തൊട്ട് മുമ്പുള്ള പോരാട്ടമാണ്. നല്ലൊരു വിജയം ഉണ്ടാക്കാൻ പറ്റിയാൽ ടീമിൻ്റെ ആത്മവിശ്വാസം ഇരട്ടിയാക്കാൻ സാധിക്കുമെന്ന് രണ്ട് ടീമിൻ്റെയും കോച്ചുമാർക്കറിയാം. ഒരു പൊളിച്ചടുക്കിയ പ്രകടനം നമ്മളും പ്രതീക്ഷിക്കുന്നു. ഇവിടെ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ വരാം.